അടുത്തിടെ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക് പ്ലസ് അവരുടെ അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷവും അനിശ്ചിതത്വവും ഒക്കെ നിലനിൽക്കുമ്പോഴും ഈ കഴിഞ്ഞ യോഗത്തില് നിലവിലത്തെ എണ്ണ കയറ്റുമതിയുടെ അളവ് അതേപടി തന്നെ നിലനിർത്താനായിട്ട് ആ യോഗം തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഒപെക് പ്ലസ് എന്താണെന്ന് അനലൈസ് ചെയ്യാം. അതിന് തൊട്ടുമുന്നേയായിട്ട് ഒപെക്, അതായത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓയിൽ എക്സ്പോർട്ടിംഗ് രംഗത്തുള്ള രാജ്യങ്ങളുടെ ഒരു പെർമനന്റ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ഒപെക്. 1960-ൽ 5 രാജ്യങ്ങൾ, അതായത് ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ, വെനസ്വേല എന്നിവർ ചേർന്നാണ് ഈ ഒപെക് സ്ഥാപിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ 5 രാജ്യങ്ങളോടൊപ്പം അൾജീരിയ, കോങ്കോ, ലിബിയ, നൈജീരിയ, ഗാബൺ, ഇക്വറ്റോറിയൽ ഗിനിയ, UAE എന്നിവ ഉൾപ്പെടുന്ന 12 രാജ്യങ്ങൾ കൂടിയാണ് ഒപെക് എന്ന സംഘടനയിൽ ഉള്ളത്. ഇതിൽ നേരത്തെ അംഗമായിരുന്ന അങ്കോള 2024 ജനുവരി 1 അതിന്റെ അംഗത്വം പിൻവലിച്ചു. അപ്പോൾ ഈ ഒപെക്കിന്റെ ആസ്ഥാനം വരുന്ന എവിടെയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണേ. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞ ഒപെക് പ്ലസിലോട്ട് വരുവാണെങ്കിൽ, ഈ ഒപെക് പ്ലസ് എന്ന സംഘടന രൂപീകരിക്കുന്നത് 2016-ലാണ്. ഇവരുടെ പ്രധാന ചുമതല എന്ന് വെച്ചാൽ ലോക വിപണിയിൽ എന്തുമാത്രം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യണം എന്ന് പതിവായിട്ട് യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്ന സംഘടനയാണ് ഈ ഒപെക് പ്ലസ്. 22 രാജ്യങ്ങളാണ് ഈ ഒപെക് പ്ലസിൽ അംഗമായിട്ട് വരുന്നത്. ഒപെക് പ്ലസിൽ ഒപെക്കിലെ 12 രാജ്യങ്ങളും അതോടൊപ്പം കസാഖ്സ്ഥാൻ, ബഹ്റിൻ, ബ്രൂണൈ, അസർബൈജാൻ, റഷ്യ, മെക്സിക്കോ, മലേഷ്യ, സൗത്ത് സുഡാൻ, സുഡാൻ, ഒമാൻ എന്നിവ ഉൾപ്പെടെ 22 രാഷ്ട്രങ്ങളാണ് ഉൾപ്പെടുന്നത്. എണ്ണ വിപണിയിൽ സ്ഥിരത കൈവരിക്കുന്നതിനായി ക്രൂഡ് ഓയിൽ ഉൽപാദനം ക്രമീകരിക്കുന്നതിനെ ലക്ഷ്യമിട്ടാണ് ഈ സംഘടന പ്രധാനമായും പ്രവർത്തിക്കുന്നത്.